ലേക്ക് ഷോർ ആശുപത്രി അധികൃതരുടെ അറിവോടെയാണ് അവയവ കൈമാറ്റം നടക്കുന്നതെന്ന് മുൻ ജീവനക്കാരി വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഏജന്റുമാരും ആശുപത്രി മാനേജ്മെന്റും ഒത്തുകളിക്കുകയാണ്. ഏജന്റിനെതിരെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ജോലി നഷ്ടമായതായും ജീവനക്കാരി പറയുന്നുണ്ട്. ഏജന്റുമാർക്ക് ആശുപത്രിയിൽ വലിയ സ്വാധീനമാണുള്ളത്. രോഗികളുടെ വിവരങ്ങൾ ആശുപത്രി അധികൃതർ ഏജന്റുമാർക്ക് ചോർത്തി നൽകുന്നതായി കൂടിയാണ് ഇവരുടെ ആരോപണം. ഒരു ഡോണറോ ഒരു പേഷ്യൻറ്റോ വന്നു കഴിഞ്ഞാൽ അവരുടെ A to Z കാര്യങ്ങൾ, അവിടുത്തെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം തീരുന്നവരെ ഈ ഏജൻറ്റ് അവിടെ ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സിന് ഏജൻറ്റിനെ അറിയാൻ പാടില്ലെന്ന് പറയണത് അത് നുണയാണ്. കാരണം ഡോക്ടേഴ്സ് തന്നെ ഏജൻറ്റിൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, ഏജൻറ്റിനെ വിളിക്കാറുണ്ട്. പിന്നെ അവിടെ ഒരു സക്കീർ എന്നും പറഞ്ഞൊരു സാറുണ്ട്. ആ സാറ് പേഷ്യൻറ്റിനെ ഈ ഷാജിക്കൊക്കെ കൊടുക്കാറുണ്ട്. സക്കീർ സാറെന്ന് പറയുന്നത് അവിടുത്തെ ഒരു PRO ആണ്. പുള്ളി വിളിച്ചു കൊടുക്കാറുണ്ട് പേഷ്യൻറ്റിന്, അവർക്കൊരു ഡോണറെ കൊടുക്കണമെന്നും പറഞ്ഞ്. അപ്പം പിന്നെ ഏജൻറ്റിനെ അവർക്ക് അറിയില്ല എന്ന് പറയുന്നത് നുണയാണ്. കിരൺ കുമാർ ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. കിരൺ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. കിരൺ, ഈ കൂടുതൽ വെളിപ്പെടുത്തലാണ് ഇതേ ആശുപത്രിക്കെതിരായി ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുന്നത്. അതും ഭീഷണിയിൽ ജോലി കളയുന്നു, ഇനി വിവിധ ഭീഷണി ഇപ്പോഴും തുടരുന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു വശത്ത് ഇനി അവയവ കടത്തുമായി ബന്ധപ്പെട്ട് വിവിധ റിപ്പോർട്ടുകൾക്കിടയിൽ ഇത് മുങ്ങിപ്പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്. കാരണം ഇവരുടെ നേരനുഭവമാണ് പറയുന്നത്. അനു, ഈ അവയവദാന തട്ടിപ്പിൽ ഈ കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിക്ക് നേരിട്ട് പങ്കുണ്ട്, അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ അറിവോടുകൂടി തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്ന ഒരു വെളിപ്പെടുത്തലാണ് മുൻ ജീവനക്കാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവരിത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും പിന്നീട് ആശുപത്രി അധികൃതർ ഇതിനെ തള്ളുന്ന കാര്യങ്ങളാണ് കണ്ടത്. അവർ ഇത് എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഇവർ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് ആണ് പ്രധാനമായിട്ടും ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവർ ഇവിടെ സ്ഥിരമായിട്ട് എത്തുകയും ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളുകളായിട്ടുമായി തന്നെ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഇവർ തന്നെ, അതായത് ഈ മുൻ ജീവനക്കാരി തന്നെ ഒരു തവണ അവയവദാനം ചെയ്ത് തട്ടിപ്പിന് ഇരയായ ഒരു ആൾ കൂടിയാണ്. അവർ ഇത്തരത്തിൽ ഏജന്റുമാരുടെ കയ്യിൽ പോയി കുടുങ്ങുന്നത് തന്നെ ഈ ആശുപത്രിയിൽ വെച്ചാണ്. ഇത്തരം സ്ഥിരമായി തന്നെ ആശുപത്രിയിലേക്ക് ഈ ഏജന്റുമാർ എത്തുകയും ഇവിടെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരടക്കമുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഈ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഏജന്റുമാർക്ക് ഈ ആരൊക്കെയാണ് രോഗികൾ അല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ രോഗികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏജന്റുമാർക്ക് ചോർത്തി കൊടുക്കാനായിട്ട് ആശുപത്രിയിലെ പ്രധാന ചുമതലയിലുള്ള ആളുകൾ തന്നെ ഉണ്ടായിരുന്നു. ഇത് അവർ തന്നെ പേരെടുത്ത് സൂചിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. സക്കീർ എന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ഇതിന്റെ ലേക്ക് ഷോർ ആശുപത്രിയുടെ PRO ആണ്. ഇങ്ങനെ നിരവധി ആളുകൾ ഈ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിരവധി ആളുകളാണ് ഈ ഏജന്റുമാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് മുൻ ജീവനക്കാരി നടത്തിയത്. മാത്രമല്ല, ഇവർക്കെതിരായിട്ട്, അതായത് ഏജന്റുമാർ ഇവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട് ഇവരെ പറ്റിച്ചു, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പണം തട്ടി എന്നുള്ളൊരു വിവരം പുറത്തു വരുമ്പോൾ പിന്നീട് ഈ യുവതി തന്നെ പോലീസിൽ പരാതിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ ഈ ഏജന്റുമാർ ഇടപെട്ടതിനെ തുടർന്ന് പിന്നീട് ആശുപത്രി ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനുവേണ്ടി പിരിച്ചുവിടാനായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ യുവതിക്കെതിരായിട്ട് അല്ലെങ്കിൽ യുവതിക്ക് എതിരായിട്ട് 5 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 5-ൽ ഒരു പരാതി ഈ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ഷൈൻ എന്ന വ്യക്തി നൽകിയിട്ടുള്ള പരാതിയാണ് എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ പരാതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവരോട് വ്യക്തമാക്കാനായിട്ട് ആശുപത്രി അധികൃതർ തയ്യാറായില്ല. പിന്നീട് തിരികെ ജോലിയിൽ കയറണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പരാതി പിൻവലിച്ച് തുടർ നടപടികളിൽ നിന്ന് ഇവരെ ഒഴിവാക്കണമെങ്കിൽ ഈ ഏജന്റുമാരെ കണ്ട് ഇവരോട് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞാൽ മാത്രമേ തിരികെ എടുക്കൂ എന്നുള്ളൊരു നിലപാടാണ് ആശുപത്രിയുടെ മാനേജ്മെന്റ് സ്വീകരിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും അവർ പറഞ്ഞതനുസരിച്ച് തന്നെ ലേക്ക് ഷോർ ആശുപത്രി അധികൃതരുടെ അറിവോടുകൂടിയാണ് ഈ അവയവദാന തട്ടിപ്പ് സംഘം ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഗുരുതര ആരോപണമാണ് എന്തായാലും ഇതേ ആശുപത്രിക്കെതിരെ ഉണ്ടാകുന്നതും. ഇന്നലെയും സമാനമായ ഒരു അനുഭവസ്ഥ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ടും നൽകിയിരുന്നതാണ്. എന്തായാലും ഇതിന് ആശുപത്രി അധികൃതരുടെ മറുപടിയാണ് ഇനി അറിയേണ്ടത്.